ഭരണഘടനാ നിയമനിർമ്മാണ സഭ. ഇന്ത്യയുടെ ഭരണഘടന തയ്യാറാക്കിയത് ഭരണഘടനാ നിയമനിർമ്മാണ സഭയാണ്. ഇന്ത്യയുടെ ഭരണഘടനാ നിയമനിർമ്മാണ സമിതിയിലേക്ക് അംഗങ്ങളെ കണ്ടെത്തുന്നതിനു വേണ്ടി ആദ്യമായി തിരഞ്ഞെടുപ്പ് നടന്നത് 1946 ജൂലൈ, ആഗസ്റ്റ് മാസങ്ങളിലാണ്. ഇന്ത്യയുടെ നിയമനിർമ്മാണ സഭ രൂപീകരിച്ചത് 1946 ഡിസംബർ 6-നാണ്. ഭരണഘടനാ നിയമനിർമ്മാണ സമിതിയിലെ ആകെ അംഗങ്ങൾ 389. 389 അംഗങ്ങളിൽ 296 പേർ ബ്രിട്ടീഷ് പ്രവിശ്യയിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടവർ, 93 പേർ നാട്ടുരാജ്യങ്ങളിൽ നിന്ന് നാമനിർദ്ദേശം ചെയ്യപ്പെട്ടവർ. ആകെ തിരഞ്ഞെടുക്കപ്പെട്ട 296-ൽ 208 പേർ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രതിനിധികളും 73 പേർ മുസ്ലിം ലീഗിൻ്റെ പ്രതിനിധികളുമാണ്. 15 പേർ സ്വതന്ത്രർ. ഭരണഘടനാ നിയമനിർമ്മാണ സമിതിയിലെ ആകെ വനിതകൾ 17 പേർ, ആകെ മലയാളികൾ 17 പേർ. ഇതിൽ 3 പേർ വനിതകളാണ്. ആകെ പട്ടികജാതി പട്ടികവർഗക്കാർ 28. ഈ സമിതിയിലെ 82% സീറ്റും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റേതായിരുന്നു. ഭരണഘടനാ നിയമനിർമ്മാണ സഭയുടെ സമ്മേളനങ്ങൾ. 1946 ഡിസംബർ 9-നാണ് ഭരണഘടനാ നിയമനിർമ്മാണ സഭയുടെ ചരിത്രത്തിലെ ആദ്യ സമ്മേളനം നടന്നത്. ഡൽഹി പാർലമെൻറ്റിൻ്റെ സെൻട്രൽ ഹാളിലായിരുന്നു സമ്മേളനം നടന്നത്. ആദ്യ സമ്മേളനത്തെ ആദ്യമായി അഭിസംബോധന ചെയ്ത വ്യക്തി JB കൃപാലനി ആയിരുന്നു. ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്ത അംഗങ്ങളുടെ എണ്ണം 207, അതിൽ 9 വനിതകൾ. ഈ ആദ്യ ദിന സമ്മേളനത്തിൽ ഭരണഘടനാ നിയമനിർമ്മാണ സമിതിയിലെ ഏറ്റവും പ്രായം കൂടിയ വ്യക്തിയായിരുന്ന ഡോക്ടർ സച്ചിദാനന്ദ സിൻഹയെ താൽക്കാലിക അധ്യക്ഷനായും ഫ്രാങ്ക് ആൻ്റണിയെ താൽക്കാലിക ഉപാധ്യക്ഷനായും തിരഞ്ഞെടുത്തു. 1946 ഡിസംബർ 11-ന് നടന്ന രണ്ടാം സമ്മേളനത്തിൽ താൽക്കാലിക അധ്യക്ഷനായിരുന്ന സച്ചിദാനന്ദ സിൻഹയെയും ഉപാധ്യക്ഷനായിരുന്ന ഫ്രാങ്ക് ആൻ്റണിയെയും തൽസ്ഥാനത്ത് നിന്ന് മാറ്റിക്കൊണ്ട് ഭരണഘടനാ നിർമ്മാണ സമിതിക്ക് സ്ഥിരമായിട്ടുള്ള അധ്യക്ഷനെയും ഉപാധ്യക്ഷനെയും മറ്റ് അംഗങ്ങളെയും തിരഞ്ഞെടുത്തു. ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ അധ്യക്ഷനായി ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്, ഉപാധ്യക്ഷനായി HC മുഖർജി, VT കൃഷ്ണമാചാരി, സെക്രട്ടറിയായി HVR അയ്യങ്കാർ, നിയമ ഉപദേഷ്ടാവായി BN റാവു എന്നിവർ തിരഞ്ഞെടുക്കപ്പെട്ടു. 1946 ഡിസംബർ 13-ന് നടന്ന സമ്മേളനത്തിൽ നെഹ്റു ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചു. ഈ ലക്ഷ്യപ്രമേയത്തെ 1946 ജനുവരി 22-ന് നിയമനിർമ്മാണ സഭ അംഗീകരിച്ചു. ഈ ലക്ഷ്യപ്രമേയമാണ് പിൽക്കാലത്ത് ഭരണഘടനയുടെ ആമുഖമായി മാറിയത്.